നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. The Chariot, Queen of Cups, Ace of Wands, Five of Swords, Six of Wands, Four of Pentacles, the Sun, Seven of Cups. കൺഫ്യൂഷൻ എന്ന് കാണിക്കുന്നുണ്ട്, ചേസർ എന്ന് കാണിക്കുന്നുണ്ട്, സെൽഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട്, അൺഅപ്രീഷിയേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്, ആബ്സെൻസ് എന്ന് കാണിക്കുന്നുണ്ട്, തേർഡ് പാർട്ടി, റെസിപ്രോസിറ്റി എന്ന് കാണിക്കുന്നുണ്ട്, ഹോൾഡിംഗ് ബാക്ക്, ഫോർഗീവ്നെസ്. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ നല്ല ഒരു രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അത്രയും ഇറിറ്റേറ്റഡ് ആണ്. അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി റിലേഷനിൽ അവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അവർ അത്രയും ഇറിറ്റേറ്റഡ് ആയിട്ടും കേടോട് കൂടിയിട്ടുമാണ് അവർ ആ റിലേഷനിൽ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അവർക്ക് അവിടെ ഈ ഒരു തേർഡ് പാർട്ടി അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു മനസ്സമാധാനം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അവരത്രയും ആ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത്രയും ഇറിറ്റേറ്റഡ് ആണ്. അവർക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അവർ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ മടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരവിടെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോൾഡിംഗ് ബാക്ക്. അവർ പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പല കള്ളത്തരങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കള്ളത്തരം, ഒരു ഹൈഡിങ് ആയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളിത് ചോദിക്കുമ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടുകയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, പക്ഷെ അവിടെ അവർക്ക് സ്വസ്ഥതയില്ല എന്നാണ് കാണിക്കുന്നത്. ഈ സ്വസ്ഥതയില്ലാത്ത, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അറിയുന്നവർക്കാണെങ്കിൽ ഈ സ്വസ്ഥതയില്ലായ്മയും അവിടെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല, അവർ പറയുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും അവർ മറച്ച് പിടിക്കുവാണ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതെ അവർ ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു കൺഫ്യൂഷൻ കാർഡ് കാണിക്കുന്നത് അവർ അതുപോലെ 7 ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവർ നിങ്ങളെ അല്ലെങ്കിൽ ആരെ ചൂസ് ചെയ്യണം, നിങ്ങളിലേക്ക് വരണോ അതോ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇത്രയും കാലം അവർക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടുന്ന
ആ ഒരു അനുഭവങ്ങൾ, ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതി ഒക്കെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പുറത്ത് കടക്കണം എന്നുള്ളൊരു എനർജിയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട്. അവരൊരു ഓപ്ഷനായിട്ടാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടും അവരത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ഒരു ഓപ്ഷനായിട്ടാണ് അവർ പലപ്പോഴും ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഓപ്ഷനായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു പേഴ്സണാണ് ഈ പേഴ്സൺ. പക്ഷേ അങ്ങനെ അവർ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, തേർഡ് പാർട്ടി അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും ഈ റിലേഷനിൽ അവർക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയും ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അവരത്രയും തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സത്യം പറഞ്ഞാൽ നിങ്ങൾ അവരെ ഫൊർഗീവ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത്. ദ സൺ കാർഡ് കാണിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് അവർക്ക് വേണം, ഒരു ചേഞ്ച് വേണം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരണം അവർക്ക്. എന്നിട്ട് അവരുടെ ലൈഫിൽ ഒരു പുതിയ ചേഞ്ച് വരണം. ആ ഒരു സമയത്ത് നിങ്ങൾ അവരെ ഫൊർഗീവ് ചെയ്യും എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, ഫൊർഗീവ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സെൽഫ് ലവിലോട്ട് മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൺസ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു സെൽഫ് ലവിലോട്ട് നിങ്ങളുടേതായ രീതിയിലൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇതുവരെ നിങ്ങളൊരു പെയിൻഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷനിലൊരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ ഒരു ചേസർ എനർജിയിലാണ്, ചാരിയറ്റാണ്, ഒരു മൂവ്മെൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ചേസറായിട്ടാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ക്യാരക്ടർ ഒരു ചേസർ മോഡിലോട്ട് അവർ മാറിയിട്ടുണ്ട്. ഇതുവരെ അവർ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴവരൊരു ചേസറായി മാറിയിട്ടുണ്ട്. ഇപ്പോഴവർ നിങ്ങളെ ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിലോട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അബ്സെൻസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു ക്യൂൻ ഓഫ് കപ്സ് എനർജിയിലായിരുന്നു. അത്രയും നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു. ഇവരില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പലതും നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സ് ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങളുടെ പകുതി നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നതെന്നാണ് കാണിക്കുന്നത്. അത്രയും നിങ്ങൾ ഇമോഷണലി ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഇവരെ അത്രയും നിങ്ങൾ സ്നേഹിച്ചിരുന്നു. ആഴത്തിലുള്ളൊരു റിലേഷൻ ആയിരുന്നു ഇത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസിപ്രോസിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ റിലേഷൻ വേണം. ഫോർ ഓഫ് വാൺസ് എനർജിയാണ്, ഒരു റീയൂണിയൻ വേണം. അതുപോലെ ഈക്വലി ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഓക്കെ, അവരുടെ ഈ ഒരു തേർഡ് പാർട്ടി എന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. നിങ്ങളിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും അവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ അവരോട് ക്ഷമിച്ചിട്ടുണ്ട്. അവരുടെ പല തെറ്റുകളും നിങ്ങൾ അവരോടുള്ള സ്നേഹം കൊണ്ട് മറന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുതന്നെ ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു സെൽഫ് ലവിലോട്ട് വന്നതുകൊണ്ട് എന്തായിരിക്കും ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യും. അവർ എന്തൊക്കെയായാലും നിങ്ങളുടെ ഉള്ളിൽ അത്രയും ഒരു നന്മ ഉള്ള ഒരു മനസ്സുണ്ട്. നിങ്ങൾക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയിലോട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇനി മുന്നോട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെയാണ് അവരിപ്പോൾ മുന്നോട്ട് വരുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിൻ്റെ. ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങളിപ്പോൾ ലെറ്റ് ഗോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ. ബി അസർട്ടീവ് എന്നാണ്. ഇവർ ഇനി തിരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോഴും അവരെ നിങ്ങളുടെ ലൈഫിലോട്ട് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ അത്രയും ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ.
ഒരു റീകൺസിഡർ നിങ്ങൾ ചെയ്യുക. ഈ റിലേഷനിൽ നിങ്ങളൊരു റീകൺസിഡർ ചെയ്യേണ്ട ഒരു ടൈമാണ്. എന്താണ് ചെയ്യേണ്ടത്, മുന്നോട്ട് എന്ത് വേണം എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ്റെ ഒരു നല്ല ഒരു മാറ്റത്തിൻ്റെ ഒരു ടൈമാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എച്ച്, ലെറ്റർ എഫ്, ലെറ്റർ ബി, ലെറ്റർ ഇ, ഉത്രം, ചോതി, ജനുവരി, ഉത്രാടം, ഏപ്രിൽ, ലെറ്റർ വൈ, പൂരാടം, 1990, മകീര്യം, അവിട്ടം, ചിത്തിര, 1998, 1992, മാർച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.